സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ യുദ്ധവിരുദ്ധ കവിതകൾ തുടരുകയാണ്, സ്നാപ്സ് തുടരുകയാണ്. വീണ്ടും നമ്മൾ പറയുന്നു, 2025 ജൂൺ 17 സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടനം ചെയ്തതാണ് കാവ്യശിഖയുടെ സമാധാന ജ്വാല. അതിൻ്റെ സമാപന ദിവസം 2 മാസത്തിന് ശേഷം ഓഗസ്റ്റ് 17 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് സമാധാന ദിവസം ഉദ്ഘാടനം ചെയ്തത്. തുടർന്നും കവിതകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പം സെപ്റ്റംബർ 8-7 വരെ എന്നൊക്കെ പറയാം. 2025 സെപ്റ്റംബർ 7 വരെയുള്ള കവിതകൾ ഒരുപാടുണ്ട്. 1150 മേലെ കവിതകളുണ്ട്. അപ്പം അതിൽ സെലക്ട് ചെയ്ത കവിതകളാണ് ഞാനിവിടെ സ്നാപ്പായിട്ട് നിങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കുന്നത്. ബിജു തുറയൻകുന്നിൻ്റെ വരികളാണ്. സ്നാപ്പ് നമ്പർ 1318. ബിജു തുറയൻകീഴ്. സ്നാപ്പ് നമ്പർ 1318 ബിജു തുറയൻകീഴിൻ്റെ വരികളാണ്. നമുക്ക് നോക്കാം. കിട്ടിയ ജീവിതം ഒന്നേയുള്ളൂ, തച്ചു തകർക്കരുതേ. കിട്ടിയ ജീവിതം ഒന്നേയുള്ളൂ, തച്ചു തകർക്കരുതേ. നശത്തിൻ കുഴി തോണ്ടുവതെന്തിന്? നാടിനാപത്താകും, ഇല്ലാതാക്കാൻ കഴിയും വേഗം, നൽകിയിടാൻ കഴിയില്ല. നാടിനാപത്താകും, ഇല്ലാതാക്കാൻ കഴിയും വേഗം, നൽകിടാൻ കഴിയില്ല. ഇല്ലാതാക്കാൻ കഴിയും വേഗം, ഇല്ലാതാക്കാൻ കഴിയും വേഗം, നൽകിടാൻ കഴിയില്ല. അതാണ് ബിജു തുറയൻകുന്നിൻ്റെ വാണിംഗ് ആണ്. സ്നാപ്പ് നമ്പർ 1319 ID രഞ്ജിത്താണ്. നല്ല സിനിമകളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന, പത്തേമാരി പോലുള്ള സിനിമകളും അതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന അസോസിയേറ്റ് ഡയറക്ടറാണ് ID രഞ്ജിത്ത്. മികച്ച നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ID രഞ്ജിത്ത്. ഒരുപാട് സിനിമാ സ്വപ്നങ്ങളും നാടക സ്വപ്നങ്ങളും ഒക്കെയുള്ള മനുഷ്യനാണ്. നോക്കാം. ID രഞ്ജിത്ത് ഞാൻ എന്നാണ്. ഞാൻ എന്നെ അനുസരിക്കുന്നവർ ഈ ഭൂമിയിൽ മതി. എന്നെ അനുസരിക്കുന്നവർ ഈ ഭൂമിയിൽ മതി. എന്നെ കേൾക്കുന്നവർ ഈ ഭൂമിയിൽ മതി. എന്നെ കേൾക്കുന്നവർ ഈ ഭൂമിയിൽ മതി. എന്നെ പ്രണയിക്കുന്നവർ ഈ ഭൂമിയിൽ മതി. എന്നെ പ്രണയിക്കുന്നവർ ഈ ഭൂമിയിൽ മതി. എൻ്റെ സ്വാർത്ഥതയും ആർത്തിയും സഹിക്കുന്നവർ ഈ ഭൂമിയിൽ മതി. എൻ്റെ സ്വാർത്ഥതയും ആർത്തിയും ഒക്കെ സഹിക്കുന്നവരെ ഈ ഭൂമിയിൽ മതി. എല്ലാം ഞാനാണ്. എന്നെ ചോദ്യം ചെയ്യരുത്. എന്നെ ചോദ്യം ചെയ്യരുത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും എനിക്കിഷ്ടമല്ല. ഉത്തരങ്ങളും എനിക്കിഷ്ടമല്ല. ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കും. ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കും. തീത്തുപ്പുന്ന കുഴലിനെ പണം ചെലവാക്കിയതേ വെറുതെയല്ല. ഈ തീത്തുപ്പുന്ന കുഴലിന് പണം ചെലവാക്കിയതേ വെറുതെയല്ല. നീയും നിന്റെ ലോകവും എനിക്ക് പുല്ലാണ്. നീയും നിന്റെ സമത്വ സുന്ദര ലോകവും എനിക്ക് പുല്ല്. ID രഞ്ജിത്ത് നാടകീയമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സ്നാപ്പ് നമ്പർ 1320 കിടക്കും MR ശ്രീനീഷ. ഒരു വിദ്യാർത്ഥിനിയാണ് MR ശ്രീനീഷ. എന്ത് പറയുന്നു നോക്കാം. അഗ്നിച്ചിറകിൽ മരണം തീമഴയായി. അഗ്നിച്ചിറകിൽ മരണം തീമഴയായി പെയ്തിറങ്ങുമ്പോൾ കനൽ ചൂളയായൻ സ്വപ്നങ്ങൾ ചുറ്റും വെന്ത് അമരുമ്പോൾ യുദ്ധകാഹളം ഒരു മരണമണിയായി എൻ കർണപുടത്തിൽ തറയ്ക്കുമ്പോൾ മരണയാളി എന്നെ പുലമ്പുന്നു യുദ്ധം. അതെ, ഇതാണ് യുദ്ധഭൂമിതൻ താണ്ഡവം. ഇതാണ് യുദ്ധഭൂമിതൻ താണ്ഡവം. മരണമാളി എന്നെ, മരണാളി പടർന്നിട്ടേ, മരണയാളി എന്നെ പുലമ്പുന്നു. മരണയാളി എന്നെ പുലമ്പുന്നു യുദ്ധം. അതെ, ഇതാണ് യുദ്ധഭൂമിതൻ താണ്ഡവം. യുദ്ധം
അതേ ഇതാണ് യുദ്ധഭൂമി തൻ താണ്ഡവം. MR ശ്രീനിഷ. ഇതിൽ പ്രതിഷേധമുണ്ട്. സ്നാപ്പ് നമ്പർ 1321 വരാം. റീന ജോസഫിന്റെ വരികളാണ്. റീന ജോസഫ് എന്ത് പറയുന്നത് നോക്കാം. യുദ്ധമേ നിന്റെ മാറിൽ തീത്തുപ്പും മിസൈലുകളല്ലാതെ എന്താണ്? യുദ്ധമേ നിന്റെ മാറിൽ തീത്തുപ്പും മിസൈലുകളല്ലാതെ എന്താണ്? കത്തിക്കരിക്കുന്ന ക്രോധമല്ലാതെ നീ പാൽ ചുരുത്തുകയില്ലല്ലോ. കത്തിക്കരിക്കുന്ന ക്രോധമല്ലാതെ നീ പാൽ ചുരുത്തുകയില്ലല്ലോ. നിണമൊഴുകും നിന്റെ വീതികൾ ഒരിക്കലും കരുണയുടെ പഞ്ഞിമെത്തയാകില്ലല്ലോ. നിണമൊഴുകും നിന്റെ വീതികൾ ഒരിക്കലും കരുണയുടെ വെൺപഞ്ഞിമെത്തയാകില്ലല്ലോ. ശാന്തിയുടെ കുഴിമാടത്തിൽ നീ അതിനെ ഇട്ടടയ്ക്കുന്നു. ശാന്തിയുടെ കുഴിമാടത്തിൽ നീ അതിനെ ഇട്ടടയ്ക്കുന്നു. ജീവന്റെ പറുദീസയുടെ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ആര് തുറക്കും? ഞാനും കരുണയുമല്ലാതെ. ജീവന്റെ പറുദീസയുടെ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ആര് തുറക്കും? ഞാനും കരുണയുമല്ലാതെ. പ്രതീക്ഷ അർപ്പിക്കുന്ന കവിതകളാണ്. സ്നാപ്പ് നമ്പർ 1322 കടക്കുകയാണ് നമ്മൾ. ഉഷ നമ്പീശിന്റെ വരികളാണ്. ടി മുല്ലനേഴിയിലെ കവിശികര ടി മുല്ലനേഴിലുള്ള പ്രധാന ഒരു എഴുത്തുകാരിയാണ് ഉഷ നമ്പീശൻ. എന്നുള്ളം നോവുന്നു, എന്നുള്ളം പിടയുന്നു, എന്നുള്ളം നോവുന്നു, എന്നുള്ളം പിടയുന്നു. സങ്കടക്കടലാണെൻ്റെ മനസ്സ്, സങ്കടക്കടലാണെൻ്റെ മനസ്സ്. അങ്ങകലെ പിടയുന്ന ഇളം ശരീരങ്ങൾ, പിടയുന്ന അമ്മതൻ മനസ്സേ. നിലക്കട്ടെ നിലക്കട്ടെ യുദ്ധകാഹളം, നിലക്കട്ടെ തേങ്ങലുകൾ, നിലക്കട്ടെ യുദ്ധകാഹളം, നിലക്കട്ടെ തേങ്ങലുകൾ. അണയട്ടെ വിങ്ങലുകൾ, ജ്വലിക്കട്ടെ സമാധാന ജ്വാലകൾ, ജ്വലിക്കട്ടെ സമാധാന ജ്വാലകൾ. എന്നുള്ളം നോവുന്നു, എന്നുള്ളം പിടയുന്നു, സങ്കടക്കടലാണെൻ്റെ മനസ്സ്. അങ്ങകലെ പിടയുന്ന ഇളം ശരീരങ്ങൾ, പിടയുന്ന അമ്മതൻ മനസ്സേ. നിലയ്ക്കട്ടെ യുദ്ധകാഹളം, നിലയ്ക്കട്ടെ തേങ്ങലുകൾ, അണയട്ടെ വിങ്ങലുകൾ, ജ്വലിക്കട്ടെ സമാധാന ജ്വാലകൾ. സ്നാപ്പ് നമ്പർ 1323 നമ്മൾ എത്തുകയാണ്. പി ഡി ബാബു ശ്രീകാര്യം എന്ന് പറയുന്നതാണ് പി ഡി ബാബുവിന്റെ വരികൾ നോക്കാം. ആയുധം വിറ്റ് തിന്നുന്നോനും കൊന്നു തിന്നുന്നോനും ശാസ്ത്ര സത്യ ഉന്മാദ ദൗത്യങ്ങളെ, ഗ്യാസ് കൊളേറ, ഹിരോഷിമ നാഗസാക്കിയിൽ ആറാടിയ അധികാരാവേശ ശാപജന്മങ്ങൾ, പാഠം പഠിക്കാത്തവർ നാം. സ്നാപ്പ് നമ്പർ 1324 ജോസ് മഞ്ഞിലയുടെ വരികളാണ്. ജോസ് മഞ്ഞില പറയുന്നു, ഭീഷ്മർ, ദ്രോണർ, കർണർ, അഭിമന്യു, ദുര്യോധനാദി കൗരവർ ഭസ്മമായി കുരുക്ഷേത്ര യുദ്ധത്തിൽ. ബാക്കിപത്രം അമ്മ പൈതങ്ങൾ തേങ്ങലും മാഴുകലും തൃപ്തരാക്കിയോ ആരെയൊക്കെ? ബോംബുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ ശേഷിച്ചിടുമാ മണ്ണിനെ മർത്യരെ. ബോംബുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ ശേഷിപ്പിച്ചിടുമോ മണ്ണിനെ മർത്യരെ. പണ്ട് കുരുക്ഷേത്ര യുദ്ധം മുതൽ ഇപ്പോൾ കാശായ യുദ്ധം വരെ നീണ്ടു നിൽക്കും. യുദ്ധം തന്നെ. ജോസ് മഞ്ഞിലയുടെ ശരം പോലെയുള്ള വരികളാണ്. സ്നാപ്പ് നമ്പർ 1325 എത്തുകയാണ് നമ്മൾ. വനജ കർണികാരത്തിൻ്റെ വരികൾ നോക്കാം. അരികെ എന്നാണ് കവിതയുടെ പേര്. അരികെ. അടുക്കി വെച്ച പുസ്തകത്തിനുള്ളിൽ നിന്നും അശാന്തിയുടെ വേരുകൾ ഇറങ്ങി വരുന്നു. അടുക്കി വെച്ച പുസ്തകത്തിനുള്ളിൽ നിന്നും അശാന്തിയുടെ വേരുകൾ ഇറങ്ങി വരുന്നു. പഠിച്ച തന്ത്രങ്ങളിൽ ഉരുത്തിരിഞ്ഞ ആഗ്നേയാസ്ത്രങ്ങൾ അവനാഴിയിൽ നിന്ന് ഉദിച്ചുയരുന്നു. പഠിച്ച തന്ത്രങ്ങളിൽ ഉരുത്തിരിഞ്ഞ ആഗ്നേയാസ്ത്രങ്ങൾ അവനാഴിയിൽ നിന്ന് ഉദിച്ചുയരുന്നു.
നിരാശയുടെ കണ്ണുകൾ പരതുന്ന കഴുകകൾക്ക് പിറകിൽ ശാന്തിമന്ത്ര ചിറകടിയോടെ കുഞ്ഞുവെള്ളരിപ്രാവണിയുന്നു. നിരാശയുടെ കണ്ണുകൾ പരതുന്ന കഴുകകൾക്ക് പിറകിൽ ശാന്തിമന്ത്ര ചിറകടിയോടെ കുഞ്ഞുവെള്ളരിപ്രാവണയുന്നു. സ്നാപ്പ് നമ്പർ 1326 നമ്മൾ എത്തുന്നത്. ഷീബ അബ്ദുള്ളയുടെ വരികളാണ്. ഷീബ അബ്ദുള്ള. അഗ്നിയിൽ കത്തിയമരും സ്വാതന്ത്ര്യത്തിൻ പിറാവുകൾ, അഗ്നിയിൽ കത്തിയമരും സ്വാതന്ത്ര്യത്തിൻ പിറാവുകൾ, കുരുത്തു മണ്ണിതിൽ പട്ടിണിക്കുരുന്നുകൾ, കുരുത്തു മണ്ണതിൽ പട്ടിണിക്കുരുന്നുകൾ, പാൽ തിരയും ചുണ്ടുകൾ ചുടു രണത്തിൻ തുള്ളികൾ നുണയവേ, പാൽ തിരയും ചുണ്ടുകൾ ചുടുരണത്തിൻ തുള്ളികൾ നുണയവേ, ചോരച്ചാലുകൾ നിറഞ്ഞ നീർത്തടങ്ങളും വെന്തരിഞ്ഞ മാംസപിണ്ഡങ്ങളും, പിന്നെയൊരു യുദ്ധം അത് മനുഷ്യനല്ല, ജഡം കുത്തിവലിക്കും ശവം തീനികൾ. പിന്നെയൊരു യുദ്ധം അത് മനുഷ്യനല്ല, ജഡം കൊത്തിവലിക്കും ശവം തീനികൾ, ജഡം കൊത്തിവലിക്കും ശവം തീനികൾ. അതിങ്ങനെ നിറയുകയാണ്. ജഡം കൊത്തിവലിക്കും ശവം തീനികൾ നിറയുന്നൊരു കാലം. അതാണ് സങ്കല്പിക്കാനാവാത്ത ഷീബ അബ്ദുള്ള മുന്നറിയിപ്പ് തരിക. സ്നാപ്പ് നമ്പർ 1321 ബ്ലസ്സി ലാലൻ പറവൂർ. ബ്ലസ്സി ലാലൻ പറവൂരാണ്. നമുക്ക് നോക്കാം. യുദ്ധഭേരി മുഴങ്ങും ഭൂമി പ്രകമ്പനമാർന്നു, അകന്നുപോം ശാന്തിജാലയും ശാന്തിജ്വാലയും, മാഞ്ഞു പടനിലങ്ങളിൽ വെടിയേറ്റ പൈതങ്ങൾ, പടനിലങ്ങളിൽ വെടിയേറ്റ പൈതങ്ങൾ, മുകുളമൊടിഞ്ഞുപോയ ലത പോലെ നിർദ്ദയം യുദ്ധം കൊടുമ്പിരി കൊൾകെ, നീതിദേവതയും നിലം പതിച്ചുവോ. യുദ്ധഭേരി മുഴങ്ങും ഭൂമി പ്രകമ്പനമാർന്നു, അകന്നുപോം ശാന്തിജ്വാലയും, മാഞ്ഞു പടനിലങ്ങളിൽ ശാന്തിജ്വാലയും, മാഞ്ഞു പടനിലങ്ങളിൽ വെടിയേറ്റ പൈതങ്ങൾ, മുകുളമൊടിഞ്ഞുപോയ ലത പോലെ നിർദ്ദയം യുദ്ധം കൊടുമ്പിരി കൊൾകെ, നീതിദേവതയും നിലം പതിച്ചുവോ. ബ്ലസ്സി ലാലൻ പറവൂർ. നോക്കാം. സ്നാപ്പ് നമ്പർ 1328 ഷാൻ ഇളമ്പഴന്നൂരാണ്. ഷാൻ ഇളമ്പഴന്നൂർ എന്ത് പറയും നോക്കാം. ഒരു നാളിനിയിൽ ഒരു നാൾ, ഒരു നാളിനി ഒരു നാളിനി ഇനൊരു നാൾ, ഒരു നാളിനി ഒരു നാൾ, നീ തീമഴയാകുമ്പോൾ ഞാൻ എൻ്റെ മാളിക വിട്ടൊരു ബങ്കർ പണിതിടും. ഒരു നാൾ ഇനിയൊരു നാൾ, നീ തീമഴയാകുമ്പോൾ ഞാൻ എൻ്റെ മാളിക വിട്ടൊരു ബങ്കർ പണിതിടും. ഈ ലോകം എൻ്റെ ചുവട്ടിലെ ചെറുതരി എന്നോണം ചെറുതരിയാണെന്നും ഞാനില്ല എങ്കിൽ മുഴുവൻ ചുട്ടുകരിച്ചിടും. ഈ ലോകം എൻ്റെ ചുവട്ടിലെ ചെറുതരിയാണെന്നും ഞാനില്ല എങ്കിൽ മുഴുവൻ ചുട്ടുകരിച്ചിടും. ഒരു നാൾ ഇനിയൊരു നാൾ, നീ തീമഴയാകുമ്പോൾ ഞാൻ എൻ്റെ മാളിക വിട്ടൊരു ബങ്കർ പണിതിടും. ഈ ലോകം എൻ്റെ ചുവട്ടിൽ ചെറുതരിയാണെന്നും ഞാനില്ല എങ്കിൽ മുഴുവൻ ചുട്ടുകരിച്ചിടും. ഓക്കെ. സ്നാപ്പ് നമ്പർ 1329 നമ്മൾ എത്തുകയാണ്. കേരമ ടീച്ചറാണ്. പൂക്കാസ്റ്റയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളതാണ്. ശാസ്ത്രായത്ത പരിഷത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കേരമ ടീച്ചർ. നമ്മുടെ ഒരു കുടുംബ സുഹൃത്താണ്. വഴിയിലൊരു കുഞ്ഞ്, കണ്ണിൽ വേദന, തോരാത്ത കണ്ണീർ, വീണു നനഞ്ഞ കവിൾ, നീട്ടിയ കൈകളിൽ വക്കുപൊട്ടിയ പാത്രം. വഴിയിലൊരു കുഞ്ഞ്, വഴിയിലൊരു കുഞ്ഞ്, കണ്ണിൽ വേദന, തോരാത്ത കണ്ണീർ, തോരാത്ത കണ്ണീർ, വീണു നനഞ്ഞ കവിൾ, നീട്ടിയ കൈകളിൽ വക്കുപൊട്ടിയ പാത്രം, നീട്ടിയ കൈകളിൽ വക്കുപൊട്ടിയ പാത്രം. യുദ്ധം കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെച്ചത് ഇതാണ്. യുദ്ധം കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെച്ചത് ഇതാണ്. ഇത് മാത്രമാണ്. വഴിയിലൊരു കുഞ്ഞ്,
കണ്ണിൽ വേദന തോരാത്ത കണ്ണീർ, കണ്ണിൽ വേദന തോരാത്ത കണ്ണീർ വീണ് നനഞ്ഞ കവിൾ, നെറ്റിയ കൈകളിൽ വക്ക് പൊട്ടിയ പാത്രം. യുദ്ധം യുദ്ധം കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെച്ചത് ഇതാണ്. ഇത് മാത്രമാണ്. സ്നാപ്പ് നമ്പർ 1330 നമ്മൾ എത്തിയിരിക്കുന്നു. ഓടി വർക്ക് ചെയ്യാണ്. എന്താണ് പറയുന്നത് നോക്കാം. കണ്ണീർ പുഴകൾ, അതാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ പേര്, കണ്ണീർ പുഴകൾ. ടെലവീവ്, നീ ജന്മം നൽകിയ കുഞ്ഞുങ്ങൾ തൻ നിലവിളികൾ. ടെലവീവ്, നീ ജന്മം നൽകിയ കുഞ്ഞുങ്ങൾ തൻ നിലവിളികൾ. ഗസയുടെ നിർത്തടം പൊട്ടി കണ്ണീർ പുഴകൾ. ഗസയുടെ നിർത്തടം പൊട്ടി കണ്ണീർ പുഴകൾ. യുക്രൈൻ വിരിമാറിൽ കത്തിക്കരിഞ്ഞ മാംസപിണ്ഡങ്ങൾ. ഹിരോഷിമയും നാഗസാക്കിയും നിങ്ങളെ നോക്കി താണ്ഡവ നൃത്തമാടുന്നുണ്ട്. കണ്ണീർ പുഴകളാണ്. ടെലവീവ്, നീ ജന്മം നൽകിയ കുഞ്ഞുങ്ങൾ തൻ നിലവിളികൾ. ഗസയുടെ ഹൃത്തടം പൊട്ടി കണ്ണീർ പുഴകൾ. യുക്രൈൻ വിരിമാറിൽ കത്തിക്കരിഞ്ഞ മാംസപിണ്ഡങ്ങൾ. ഹിരോഷിമയും നാഗസാക്കിയും നിങ്ങളെ നോക്കി താണ്ഡവ നൃത്തമാടുന്നുണ്ട്. സ്നാപ്പ് നമ്പർ 1331 കവിശികയുടെ ടിമുല്ലനയിലെ പ്രധാന സാരഥികളിൽ ഒരാളായ വിനോദ് ഇടതിരിഞ്ഞയുടെ വരികളാണ്. 1331 കവിശികയുടെ ക്യാമ്പയിനായിരുന്നല്ലോ സമാധാന ജ്വാല, യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ. അതിൻ്റെ ഈ എപ്പിസോഡ് സെപ്റ്റംബർ 7-ാം തീയതിയിലേക്കുള്ള എപ്പിസോഡാണ്. സെപ്റ്റംബർ 7-ാം തീയതിയിലേക്കുള്ള ഈ എപ്പിസോഡിൽ ലാസ്റ്റായിട്ട് വരുന്നത് വിനോദ് ഇടതിരിഞ്ഞയാണ്. നമുക്ക് നോക്കാം. ചിതറുന്ന മരണങ്ങൾ ആഘോഷമാക്കുന്ന ചിലരുണ്ട്. ഈ ഭൂമുഖത്താകെ ചിന്തകൾ ചിതലരിച്ചു ഉന്മാദമാടുവോർ. ചിരിയിൽ വിഷം നിറച്ചൂക്ക് കാട്ടുന്നവർ ചിലരുണ്ട്. ആയതൻ ചിൽവാനം പറ്റി ചിത്രഭ്രമം പൂണ്ടുതൻ നാടിൻ്റെ ചിത ഒരുക്കാൻ വെമ്പുന്നവർ. ചിതറുന്ന മരണങ്ങൾ ആഘോഷമാക്കുന്ന ചിലരുണ്ട്. ഈ ഭൂമുഖത്താകെ ചിന്തകൾ ചിതലരിച്ചുന്മാദമാടുവോർ. ചിരിയിൽ വിഷം നിറച്ചൂക്ക് കാട്ടുന്നവർ ചിലരുണ്ട്. ആയതൻ ചില്ലുവാനം പറ്റി ചിത്തഭ്രമം പൂണ്ട് തൻ നാടിൻ്റെ ചിത ഒരുക്കാൻ വെമ്പുന്നവർ. ചികഞ്ഞു കാണുക നേരിനെ ചിന്തയെ തെല്ലും വിൽക്കാതിരിക്കുക. ചികഞ്ഞു കാണുക നേരിനെ ചിന്തയെ തെല്ലും വിൽക്കാതിരിക്കുക. ചിത്തത്തെ നന്നായി സ്ഫുടം ചെയ്തുറയ്ക്കുക. ചിരകാലമീ ഭൂമി ചിരിതൂകി വാണിടാൻ യുദ്ധമോഹച്ചിറകുകൾ വെട്ടിയരിഞ്ഞിടാം മടിയാതെ. ചിരി പടരട്ടെ പൂവിൽ. ഇനി വേണ്ട യുദ്ധം. ചിത്തത്തെ നന്നായി സ്ഫുടം ചെയ്തുറയ്ക്കുക. ചിരകാലം ഈ ഭൂമി ചിരിതൂകി വാണിടാൻ യുദ്ധമോഹച്ചിറകുകൾ വെട്ടിയരിഞ്ഞിടാം മടിയാതെ. ചിരി പടരട്ടെ ഭൂവിൽ. ഇനി വേണ്ട യുദ്ധം. ഓക്കെ, നമ്മൾ ഈ എപ്പിസോഡ് സെപ്റ്റംബർ 7-ലേക്കുള്ള എപ്പിസോഡാണ്. സെപ്റ്റംബർ ഇന്ന്
ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 1331 സ്നാപ്പുകൾ വരെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 1112 നിന്ന് നമ്മൾ തുടങ്ങിയതാണ്. 1212 നിന്ന് തുടങ്ങി ഇപ്പോൾ നമ്മൾ 1331 യുദ്ധവിരുദ്ധ കവിതകൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. 1211 ആണ് നിന്നിരുന്നത്. 1212 മുതലാണ് നമ്മൾ ഓഗസ്റ്റ് 28 സ്നാപ്പായിട്ട് മുന്നോട്ട് പോയത്. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത ദിവസം വീണ്ടും കുറേ കവിതകളായിട്ട് വരാം. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത കവിതകളായതുകൊണ്ട് ആ ഓർഡറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന ഓർഡറാണ്, ഒരുപാടുണ്ട് തപ്പിയെടുക്കാനുള്ള. ഓൺ ദ വേയിൽ വരുന്ന പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.